നമ്മൾ അഫീനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇതാരെന്ന മോതിരം? പിന്നെന്ത് വാച്ചായി, മാലയായി, വളയായി എല്ലാം ഉണ്ട്. എന്തോ അരഞ്ഞാണ്. നമ്മളന്ന് ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വർക്ക് ഏരിയ കൂട്ടിയെടുത്താണ് കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ റംദാൻ വ്ളോഗാണ്. 3:30 ആയപ്പോഴത്തേക്കും അലാറം അടിച്ച് ഞാൻ എഴുന്നേറ്റതാണ്. ഇപ്പോൾ സമയം 3:45 നിധിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റ്. പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് ആൾ ഉറങ്ങി ചുമക്കുന്നതാണ്. അപ്പം ഉമ്മച്ചിയുടെ ഫോണിന് എന്തോ പ്രശ്നം, അലാറം അടിച്ച സൗണ്ടൊന്നും കേൾക്കുന്നില്ല, അലാറം അടിക്കുന്നില്ല ഫോണിൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ അടിച്ചപ്പോഴേക്കും ഞാൻ പോയിട്ട് ഉമ്മച്ചിനെ വിളിച്ചു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എന്താണ് കഴിക്കാനെന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം. ഞാനങ്ങനെ കിച്ചണിലേക്ക് എത്തുമ്പോൾ ഉമ്മച്ചി അവിടെ പുട്ടുണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിലെ വ്ളോഗിൽ എന്തോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പുട്ട് മറ്റേ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ടുണ്ടാക്കുന്നത്. അത് നല്ലതാണ് കേട്ടോ, പെട്ടെന്ന് എളുപ്പത്തിൽ പണിയും കഴിയും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഞാൻ എന്തായാലും ഓർത്ത് എനിക്കെന്തായാലും അത് വേണ്ട. കാരണം കഴിഞ്ഞ ദിവസത്തിലെ ഒരു വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ പണ്ട് റമദാൻ വ്ളോഗിലൊക്കെ ഇടയത്താഴത്തിന് എഴുന്നേക്കുന്ന സമയത്ത് എൻ്റെ മെയിൻ ഫുഡായിരുന്നു ചോറിൽ ഉപ്പും എണ്ണ ഒഴിച്ചിട്ട് പിന്നെ മുട്ട പൊരിച്ചതും കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ മുതൽ എങ്ങനെയും ചോറ് കഴിക്കണം എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഭയങ്കര ക്രേവിങ്സ് ആയി പോയിട്ടോ. കാരണം ഞാൻ ഈ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ചോറ് മാക്സിമം ഒഴിവാക്കിയേക്കുന്നതാണ്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയത്ത് ചോറില്ലെങ്കിലും നമ്മളെ അങ്ങനെ ബാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് വെയിറ്റ് കുറച്ച് നല്ലതല്ലേന്ന് വിചാരിച്ചിട്ട് ചോറ് കംപ്ലീറ്റ് ഒഴിവാക്കിയതായിരുന്നു. പക്ഷേ എനിക്കിത് എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചോറൊന്ന് ചൂടാക്കി വടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി എനിക്ക് ചെറിയ രീതിയിലൊരു ചമ്മന്തിയാക്കി തന്നു കേട്ടോ. അതായത് ചെറിയുള്ളിയില്ല, അത് അരിഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് മുളക് പൊടിയും പിന്നെ ഉപ്പും വെളിച്ചെണ്ണ, പുളി ഉണ്ടെങ്കിൽ നല്ലതാണ്, അതും കൂടിയിട്ടൊന്ന് ചാലിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട്. വേറെ തോരനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചോറ് സെറ്റായപ്പോഴേക്കും ഞാൻ ചോറ് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി, എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പും പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചമ്മന്തി എടുത്ത് വെച്ചു. എന്നിട്ടാണ് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ മുട്ട പൊരിക്കുന്നത്. പാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്നാലും എനിക്കിങ്ങനെ കരിഞ്ഞു പിടിച്ച പാത്രത്തിലൊക്കെ പൊരിക്കുന്നതാണ് ഇഷ്ടം. പ്രത്യേകിച്ച് ഈ സംഭവം ആകുമ്പോഴത്തേക്ക് ഇത് മൂടിപ്പാത്രമാണ്, ഇതിൻ്റെ അകത്ത് ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആ വട്ടം കിട്ടുകയും ചെയ്യും. എനിക്ക് മറ്റേ പാനിലൊന്നും മുട്ട പൊരിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ മുട്ട പൊരിച്ചതിനകത്ത് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്, ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഉമ്മിച്ചാണെങ്കിൽ പുട്ടുണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടു കേട്ടോ. അങ്ങനെ അത് ചോറും മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. എൻ്റെ അമ്മയെ ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നല്ല ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. 4:30 കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനിയും ബാങ്ക് വിളിക്കാൻ സമയമുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്, അതെല്ലാം ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. മക്കൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. അപ്പോൾ എന്തായാലും കാണാം. രാവിലെ കിച്ചണിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. നിധിക്കുട്ടി ഉമ്മച്ചിയും കൂടിയിട്ട് പൂരി ഉണ്ടാക്കുവാണ് അഫിക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട്. അവളങ്ങനെ നമ്മുടെ കൂടെ നിന്ന് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ അത് പാരയാവും. അതുകൊണ്ട് ഉമ്മച്ചി നൈസായിട്ട് അവളെ ഒഴിവാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ അവന് വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെക്കുകയാണ്. ലഞ്ച് ബോക്സിലേക്ക് നമ്മൾ പൂരിയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പീസാക്കി അത് വെച്ച് കൊടുത്തു. അതുപോലെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് എല്ലാം ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവനൊന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഫ്രഷ് ആക്കി അവന് യൂണിഫോം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് യൂണിഫോം തേച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്ന് അയൺ ചെയ്ത് അത് ഇടിപ്പിച്ച് കൊടുത്ത് അവന് ചെറിയ രീതിയിൽ ഫുഡൊക്കെ കൊടുത്തിട്ട് അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നമ്മൾ അഫീനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇതാരെന്ന മോതിരം? പിന്നെന്ത് വാച്ചായി, മാലയായി, വളയായി എല്ലാം ഉണ്ട്. എന്തോ അരഞ്ഞാണ്. ചാട് പയ്യ. ഇത് കഴിഞ്ഞ ദിവസം മഴ പെയ്തല്ലോ, അപ്പൊ ഈ വഴി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ
എന്താണ് മഴ ഇവിടെ ഈ വഴിയുണ്ടല്ലോ മൊത്തം നാശമാവും അങ്ങനെ ചെളിയൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ മറ്റേ വഴി പോകേണ്ടി വരും. ഇന്നിപ്പോൾ ആ ഒരു ദിവസമല്ലേ മഴ പെയ്തുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചള്ള് വെള്ളമായിരിക്കും. പയ്യെ കയറി വാ. മര്യാദയ്ക്ക് കൈ പിടിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. ആ ഇപ്പം എങ്ങനെയുണ്ട്? എളുപ്പമുള്ള വഴി ഏതാ? ഓ ആ വഴിയാ. അങ്ങനെ അഫീനെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ച് പോവാണ്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷായി ഒരുങ്ങി ചിന്നുവിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അവിടെ ബാസ് വന്നിട്ടുണ്ട്. അപ്പം അവൾ പറഞ്ഞ വെറുതെ ഇറങ്ങുക, ഫ്രീ ആണെങ്കിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ വൈകുന്നേരം അഫി വരാനാകുമ്പോഴത്തേക്കും തിരിച്ചിങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഇനി പോയിട്ട് ഒരുങ്ങിയിട്ട് നേരെ ബസ് കയറി ചിന്നുവിൻ്റെ വീട്ടിൽ പോകണം. നിധിയേ നിധിയേ എന്തെടുക്കുവാ? വരണ്ട വരണ്ട, ഞാൻ വരുന്ന അങ്ങോട്ട്. കണ്ടു. അങ്ങനെ ചിന്നുൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങി ഇറങ്ങി നിൽക്കുന്നതാണ്. അത്തശ്ശി ഇപ്പോൾ ഓട്ടോ വിളിച്ച് വരും. പക്ഷേ ഒരാൾ എൻ്റെ കൂടെ വരാൻ ഇത് ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുന്നതാണ്. ഞാനും കൊച്ചും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ ഇവളെ പറ്റിച്ചിട്ട് ഞാൻ പോവും? ആ എന്തായിരുന്നു എന്നാ പോന്നെ? കൊച്ചെങ്ങോട്ടാടി? കൊച്ചെങ്ങോട്ടാ പോന്നെ? ഉമ്മിയാ? ഉമ്മിയൊന്നും പോണില്ല. കൊച്ചിനെ കയറി പോക്കോ, മറ്റേ മിച്ചിലൂടെ പോക്കോ. മറ്റേ കൊച്ചിനെ വിളിച്ചോണ്ട് പോക്കേമ്മ. പൊക്കോ പൊക്കോ പൊക്കോ. ഇതുട്ടി ആൾക്ക് മനസ്സിലായി റെഡി ആയപ്പോൾ പോവാന്നൊക്കെ. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ചിന്നുവിൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ വീടെത്തി ഗൈസ്. ബെല്ലടിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമ്മളന്ന് ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വർക്ക് ഏരിയ ഈയിടെ വരെ കൂട്ടിയെടുത്താണ് കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ അടുക്കളയിലത്തെ സാധനങ്ങളൊന്നും തന്നെ ഇവിടെ കാണലില്ല, എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്, ഗ്രില്ലൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. എത്തിയത് 10:30 ആയപ്പോഴാണ് കേട്ടോ. 10:30ക്ക് മുമ്പ് എത്തി. ഒരു 10:30 ആയപ്പോഴാണ് ഇവിടെ ഇരുന്നത്. ഇരുന്നിട്ട് 3 മണി ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അത്രയും സമയം ഇങ്ങനെ കുറേ വർത്താനോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ 3 മണിയാകുമ്പോൾ അഫിയുടെ സ്കൂൾ വിടും. 3:10 ആകുമ്പോഴത്തേക്കും ചിന്നുവിൻ്റെ ഒക്കെ അവിടെയുള്ള സ്റ്റോപ്പിൽ അവരുടെ സ്കൂൾ ബസ് എത്തും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിൽ കയറി വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ എന്നെ അവിടെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ അഫി ഒന്ന് ഞെട്ടി കേട്ടോ. പിന്നെ അതേ സ്കൂൾ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും പുറകുന്ന കുട്ടികൾ, നമ്മുടെ സ്ഥിരം കുട്ടികളാണ്, അവർ കൈ കാണിക്കുന്നതാണ് കേട്ടോ അത്.
കേട്ടോ വീട്ടിലേക്ക് എത്തുന്നത്. പിന്നെ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് വരുന്നത്. എന്താണ് ഭയങ്കര ഒരു കാറ്റും അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി ഇപ്പം മഴ പെയ്യുമെന്നുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ പെയ്യുമെന്ന്, പക്ഷേ പെയ്തൊന്നുമില്ല കേട്ടോ. ആ കാറ്റങ്ങ് മഴ കൊണ്ടുപോയി തോന്നുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഈ കറണ്ട് പോകുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പണി കിട്ടുന്നത്. ഇൻവെർട്ടർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാടാണ് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് നോമ്പിൻ്റെയൊക്കെ സമയത്ത് കറണ്ട് പോയിട്ട് നമുക്കിങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഒന്നും പണിയും നീങ്ങൂല, ആകെ ബുദ്ധിമുട്ടാവട്ടെ. ഇപ്പോൾ തന്നെ സമയം ലേറ്റായി. അപ്പോൾ ഉമ്മച്ചി മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ ഉമ്മച്ചി ചപ്പാത്തിക്ക് ഒന്ന് പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉമ്മച്ചി 1-2 അതായത് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 പരത്തി തന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, ഉമ്മച്ചി കറിക്കുള്ളത് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കുണ്ട് അഫി വരുന്നു. ഈ അഫിക്കാണെങ്കിലും നിധിക്കാണെങ്കിലും ഇതുപോലത്തുള്ള പരിപാടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അത് ഉരുട്ടലും അതുപോലെ തന്നെ കൈ കൊണ്ട് പരത്തലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ പണി നീങ്ങേയില്ല. എന്നിട്ട് ഞാൻ അവരെ ഓടിച്ചു വിട്ടിട്ട് ഞാനത് പരത്താൻ തുടങ്ങി. അപ്പോഴേക്കും ഉമ്മച്ചി സവോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി അത് മുട്ട റോസ്റ്റ് ആക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മച്ചി ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റ് മുട്ടക്കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത് ഏകദേശം റെഡി ആയിക്കൊണ്ടുണ്ട്. പിന്നെ ഇത് കറി അല്ലാത്തതുകൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് എന്തെങ്കിലും ചാറ് വേണമല്ലോ. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു നമുക്ക് കിഴങ്ങ് കറിയും കൂടെ വെക്കാമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ കിഴങ്ങുണ്ടായിരുന്നില്ല, ഒരു കിഴങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അപ്പുറത്തെ തടെടുത്ത് പോയിട്ട് 2-3 കിഴങ്ങൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഏകദേശമൊക്കെ ഒന്ന് പരത്തി കഴിയാനായിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ നല്ലോണം ലേറ്റ് ആയിട്ടോ. കാരണം ഈ പിള്ളേർ ഇതിൻ്റെ ഇടയ്ക്ക് വന്നതുകൊണ്ട് പണിയൊക്കെ കുറച്ചൊന്ന് പതുങ്ങി. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാം ഒന്നും റെഡിയാക്കാൻ പറ്റിയില്ല. കിഴങ്ങറിയൊക്കെ ആക്കാനുണ്ടായിരുന്നു. പിന്നെ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് താളിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം കൊണ്ട് വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നാരങ്ങ വെള്ളമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ജീരകക്കഞ്ഞിയും കൊണ്ടുവച്ചു. അങ്ങനെ ബാങ്ക് വിളിച്ചപ്പോഴേക്കും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് മുറിക്കുന്നതാണ്. അപ്പോൾ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ടായിരുന്നു, മുട്ട റോസ്റ്റും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കിഴങ്ങറി ഒന്ന് താളിക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോമ്പ് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഉമ്മച്ചി പോയി അത് റെഡിയാക്കി കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നു. പിന്നെ ഉമ്മച്ചി പോയി നിസ്കരിച്ചു. പിന്നെ ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചപ്പാത്തി നമ്മൾ ഇത് നോമ്പ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ചപ്പാത്തി കഴിക്കലൊക്കെ കുറച്ച് പാടാണ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ ഇതേ ജീരകക്കഞ്ഞി, ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു ജീരകക്കഞ്ഞിക്ക് ഒരു പ്രത്യേക രുചിയാണ്, ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ. സത്യമാണ്, നമ്മളെത്ര വീട്ടിലുണ്ടാക്കിയാലും അത്ര ഒരു ടേസ്റ്റ് ആവില്ല. ഭയങ്കര രുചി എന്ന് പറഞ്ഞാൽ ഭയങ്കര രുചിയാട്ടോ. എൻ്റെ ഓരോ സാഹചര്യം കൊണ്ടും തിരക്കൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ വ്ളോഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ നിർത്തിയ പോലെയായിരുന്നു. ഷോർട്സൊക്കെ ജസ്റ്റ് ഒപ്പിച്ച് ഇങ്ങനെ ഇടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ റമദാൻ ആയപ്പോഴത്തേക്കും വീണ്ടും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പം ഒത്തിരി സപ്പോർട്ട് കിട്ടി കേട്ടോ. കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് അറിയണ പോലെ. ഈ പണ്ട് ഇവിടെ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ ഇപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും മാക്സിമം എല്ലാ ദിവസവും ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം ദിവസങ്ങളിൽ റമദാൻ വ്ളോഗൊക്കെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.